സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ പ്രദാസ്. സാർ, ഈ ബ്രഹ്മോസ് മിസൈലും അസ്ത്ര മിസൈലും വാങ്ങാൻ ഇന്തോനേഷ്യ വളരെ താല്പര്യം കാണിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അതായത് ഇതിൽ ഈ അസ്ത്ര എന്ന് പറയുന്ന മിസൈല് നമ്മുടെ തദ്ദേശീയമായ ടെക്നോളജി ഉപയോഗിച്ച് ആണിത് നിർമ്മിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. സാർ, ആദ്യം നമുക്കറിയേണ്ടത് ഇന്തോനേഷ്യ ഇത്തരത്തിലൊരു നമ്മുടെ ഈ രണ്ട് മിസൈലുകൾ വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നില്ല. അതിൻ്റെ വാർത്തകളും അതിൻ്റെ വിശദീകരണവും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയേണ്ടത് ഈ അസ്ത്ര 4 എന്ന് പറഞ്ഞൊരു പുതിയ പതിപ്പ് അവർ അതിന് അടുത്തതായി മിസൈൽ പുറത്തിറക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അസ്ത്ര 4 എന്ന മിസൈലിൻ്റെ പ്രത്യേകത എന്താണ് എന്നുകൂടെ സാർ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒന്ന് പറയണം. സംസാരത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒന്ന് പറയാമോ സാർ? നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഇന്തോനേഷ്യയിൽ ലഭിച്ചത്. ആ അവസരത്തിലാണ് ബ്രഹ്മോസ് മിസൈലും അതുപോലെ അസ്ത്ര MK1 എയർ ടു എയർ മിസൈലും വാങ്ങാനുള്ള താല്പര്യം ഇന്തോനേഷ്യ അറിയിച്ചത്. ബ്രഹ്മോസ് മിസൈല് ഇന്തോനേഷ്യ താല്പര്യം മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ ഒരു അന്തിമഘട്ടത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്. അസ്ത്ര മിസൈലിന്റെ കാര്യത്തിൽ അവര് ഈ കഴിഞ്ഞ ദിവസമാണ് അവർ ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ചത്. ബ്രഹ്മോസ് സ്വാഭാവികമായിട്ടും വാങ്ങാൻ ലോകരാജ്യങ്ങളുടെ ഒരു ക്യൂ ആണ്. അതായത് നമ്മൾ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ, അത് വാങ്ങാൻ ആൾക്കാർ തയ്യാറാണ്. പക്ഷെ അവിടെ അത് റഷ്യയുടെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ്. അത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ നമുക്ക് അങ്ങനെ അങ്ങ് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ ബ്രഹ്മോസ് ആദ്യ ടെക്നോളജി റഷ്യയുടെ P800 ഓങ്സ് എന്ന മിസൈലിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അതിന്റെ ആ മിസൈലിന്റെ എഞ്ചിൻ ആയിട്ടുള്ള റാംജെറ്റ് എഞ്ചിനാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ നിർമ്മിച്ചത്. പക്ഷെ ആദ്യം റഷ്യയിൽ നിന്ന് തന്നെ എഞ്ചിൻ കൊണ്ടുവരിക. അപ്പൊ അതൊക്കെ മാറി സർവ്വതും ഇന്ത്യൻ ഡിസൈനാണ്. ഇതിന് പുതിയ വെർഷൻ, അതായത് ഈ 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആദ്യത്തെ വെർഷനിൽ മാത്രമാണ് ആയിരുന്നു റഷ്യൻ ടെക്നോളജി. ഇപ്പൊ അത് തൊട്ട് 700 കിലോമീറ്റർ വരെ ഉള്ള ദൂരം വരെ പോകുന്ന ബ്രഹ്മോസ് ഇന്ത്യ നിർമ്മിച്ചു. അതിലെ പ്രധാന ഘടകങ്ങളെല്ലാം നമ്മൾ നിർമ്മിച്ചു. നമ്മുടെ എഞ്ചിൻ നമ്മൾ നിർമ്മിച്ച റാംജെറ്റ് ആണ്. അതിന്റെ സീക്കർ എന്ന് പറയുന്ന ലക്ഷ്യസ്ഥാനത്തെ കണ്ടുപിടിക്കാനും നാവിഗേഷൻ, ഏവിയോണിക്സ് ഇതെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ്. അപ്പം ഇപ്പോൾ അത് ഇന്ത്യയുടേതാണ്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു പേരുണ്ട്, പഴയ റഷ്യൻ മിസൈലാണെന്ന്. പക്ഷെ അസ്ത്രയുടെ കാര്യത്തിൽ അതല്ല. അസ്ത്ര പൂർണ്ണമായിട്ടും നമ്മുടെ ടെക്നോളജിയാണ്. ആ അസ്ത്ര മിസൈലും വാങ്ങിക്കാൻ ഇപ്പൊ പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു മിസൈൽ ശക്തി എന്നുള്ള നിലയിൽ ഇന്ത്യക്കുള്ള വലിയൊരു അംഗീകാരം. ഈ എയർ ടു എയർ മിസൈല് വളരെ കുറച്ച് രാജ്യങ്ങളെ ലോകത്തിൽ നിർമ്മിക്കുന്നുള്ളൂ. ഇന്ത്യ, ചൈന, ഫ്രാൻസ്, അതുപോലെ ജർമ്മനി, UK, US, റഷ്യ, അങ്ങനൊരു 7 രാജ്യങ്ങളിൽ കൂടുതൽ അത് നിർമ്മിക്കുന്നില്ല. പാകിസ്ഥാൻ ഒന്നും സ്വന്തമായിട്ട് ഇതുവരെ എയർ ടു എയർ മിസൈൽ നിർമ്മിച്ചിട്ടില്ല. ചൈനീസ് മിസൈലാണ് അവരെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ എയർ ടു എയർ മിസൈൽ, ഇന്ത്യ നിർമ്മിച്ച ഒരു എയർ ടു എയർ മിസൈലിന് ഇപ്പം ആവശ്യക്കാരുണ്ടായി എന്നുള്ളത് മിസൈൽ സാങ്കേതിക വിദ്യയിൽ അതിന്റെ ഏത് വകഭേദത്തിലാകട്ടെ, ബാലിസ്റ്റിക് മിസൈൽ ആവട്ടെ, ക്രൂയിസ് മിസൈൽ ആവട്ടെ, സൂപ്പർസോണിക് ആകട്ടെ, സബ്മറീൻ ലോഞ്ചിലാവട്ടെ, എയർ ടു എയർ ആവട്ടെ, നമ്മൾ അക്കാര്യത്തിൽ മുന്നിലെത്തി എന്നുള്ള ഒരു വളരെ കൃത്യമായ സൂചനയാണ്. ഇവിടെ ബ്രഹ്മോസ് 290 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് ആയിരിക്കും ഇന്തോനേഷ്യക്ക് വിൽക്കാൻ പോകുന്നത്. ചൈന ഇതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. കാരണം ഈ ബ്രഹ്മോസ് മിസൈല് ചൈനയുടെ കപ്പലുകൾ, ചൈനയ്ക്കൊരു പരിപാടിയുണ്ട്. ചൈനയുടെ യുദ്ധക്കപ്പലുകൾ മറ്റു രാജ്യങ്ങളുടെ സമുദ്രാതിർത്തി ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കും. അതുപോലെ ഒരുപാട് ഇപ്പൊ ഇന്തോനേഷ്യയുടെ ഒരു 1-2 യുദ്ധക്കപ്പലുകൾ പോവുകയാണെന്നിരിക്കട്ടെ, കൂടുതൽ യുദ്ധക്കപ്പലുകൾ സമീപത്തില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ ചൈനയുടെ യുദ്ധക്കപ്പലുകൾ ചെന്നിട്ട് ഇതേലെ നമ്മുടെ ഈ പഴയ കാലത്ത് ഈ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ മത്സരം നടക്കുവാൻ. മത്സരം നടക്കുമ്പോൾ ഒരു ബസ് പോയിട്ട് മറ്റു ബസ്സിനെ ഉരയ്ക്കും, ഇടിച്ച്. അപ്പൊ അത്തരം തറപ്പരിപാടിയൊക്കെ ചൈന ചെയ്യും. ചൈനയുടെ യുദ്ധക്കപ്പൽ വന്നിട്ട് ഈ ഫിലിപ്പൈൻസിന്റെയും ഇന്തോനേഷ്യയുടെയും അതുപോലെ തന്നെ വിയറ്റ്നാമിന്റെയും ഒക്കെ കപ്പലുകളെ ഉരസും.
അതായത് അവരെ ഒന്ന് പേടിപ്പിക്കും. ഇത് കൊല്ലാനൊന്നുമല്ല, അതൊരു സൈക്കോളജിക്കൽ ഒരു ആധിപത്യം നേടിയെടുക്കുന്ന ഒരു ശ്രമമാണ്. പിന്നെ വേണമെങ്കിൽ ഇവന്മാര് പാരച്ചൂട്ടൊക്കെ വഴി വിമാനത്തിൽ നിന്ന് ചാടി ഇതിന്റെ ഡെക്കി കയറുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വില്ലത്തരങ്ങൾ ചൈന കാണും. പക്ഷെ ഇവിടെ ബ്രഹ്മോസ് മിസൈൽ കയ്യിലുള്ള ഒരൊറ്റ പിന്നെ കപ്പലിന്റെ യുദ്ധക്കപ്പലിന്റെ അടുത്ത് ചൈന എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രയോഗിച്ചാൽ തീർന്നു. ചൈനയ്ക്ക് അത് തടുക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. അപ്പോ സൂപ്പർസോണിക് മിസൈലായ ഈ ബ്രഹ്മോസും അതുപോലെ അസ്ത്രയും ഇന്തോനേഷ്യക്ക് ലഭിക്കുന്നതിൽ ചൈന പിന്നെ വളരെ അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ഈ മേഖലയിലെ സമാധാനം തകർക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നൊക്കെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇത് കേട്ടാത്തൊന്നും അവർ പാകിസ്ഥാനൊന്നും കൊടുക്കുന്നില്ലെന്ന്. ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പാകിസ്ഥാന് ചൈനയ്ക്ക് കൊടുക്കാമെങ്കിൽ ചൈനയ്ക്ക് നേരെ പ്രയോഗിക്കാൻ ഇന്തോനേഷ്യക്കും വിയറ്റ്നാമിനും ഒക്കെ ഇന്ത്യക്കും ആയുധം കൊടുക്കാം. അപ്പൊ അതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ. ഇനി അയ്യപ്പദാസ് ചോദിച്ചതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ തേജസ് കുടുംബത്തിലെ അസ്ത്ര കുടുംബത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു മിസൈൽ അസ്ത്ര 4 വരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ഇപ്പൊ വന്നു തുടങ്ങി. എന്താണ് ഈ അസ്ത്ര 4? അപ്പൊ ഈ അസ്ത്ര കുടുംബം തന്നെ എന്താണ്? അസ്ത്ര 1 എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യ നിർമ്മിക്കുന്ന അതിന്റെ റേഞ്ച്, അതൊരു എയർ ടു എയർ മിസൈൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, അതായത് നമ്മുടെ കാഴ്ചയ്ക്കൊക്കെ അപ്പുറത്തുള്ള ഒരു മിസൈൽ എന്നുള്ള അർത്ഥത്തിൽ അതാണ്. അതിന്റെ റേഞ്ച് 110 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പൊ ഇന്ത്യ അതിന്റെ റേഞ്ച് കൂട്ടിയ MK1 160 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ആർക്കും വിൽക്കുന്നില്ല, അത് നമ്മുടെ ഉപയോഗത്തിന് മാത്രം. അതുപോലെ അസ്ത്ര MK2 അതിന്റെ ഓപ്പറേഷണൽ ടെസ്റ്റിംഗ് ഒക്കെ, അതായത് നിർമ്മാതാവ് ആയ ഡിഫൻസ് റിസർച്ച് പിന്നെ ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നടത്തുന്ന ടെസ്റ്റുകൾ അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു 240 കിലോമീറ്റർ റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വലിയൊരു ഒരു മികവാണ്. ഇനി അസ്ത്ര 3 അതും നിർമ്മാണത്തിന്റെ ഒരു പകുതി വഴിക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നതാണ്. 300-350 കിലോമീറ്റർ വരെ, 300 തൊട്ട് 350 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. അത് മുഖ്യമായിട്ടും ഈ പിന്നെ എതിരാളികളുടെ അവാക്സ് വിമാനങ്ങള്, അതുപോലെ റീഫ്യൂവലിംഗ് ജെറ്റ്, ഇതിനൊക്കെ എതിരെ പ്രയോഗിക്കുന്ന ഒരു മിസൈലാണ് അസ്ത്ര MK3. ഇനി നിർമ്മിക്കാനിരിക്കുന്ന അസ്ത്ര MK4 500 തൊട്ട് 540 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതാണ്. അത് ഒരു സാധാരണ ഒരു സർഫസ് ടു എയർ മിസൈൽ പോലാണ്. നല്ല ഭാരമുള്ള മിസൈലാണ്. 850 കിലോയിലധികം തൂക്കമുള്ള ഒരു മിസൈലാണ് ഇത്. സത്യത്തിൽ ഈ അസ്ത്ര MK4 ഒക്കെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നൊരു വിമാനത്തിനും പറന്നുയരാൻ പറ്റത്തില്ല. കാരണം പറന്നുയരുമ്പോൾ തന്നെ ഈ പാകിസ്ഥാനിലെ മിക്ക സ്ഥലങ്ങൾക്കും ഇന്ത്യയിൽ നിന്നുള്ള ഒരു എയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അത് താഴെയാണ് പണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് ഇന്ത്യക്ക് ഒരു വലിയ വ്യോമാധിപത്യം പാകിസ്ഥാന് മേൽ സ്ഥാപിക്കാൻ. ചൈനയും അമേരിക്കയും ഇത്തരം മിസൈലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി അവർക്കുമുണ്ട്. ഇത് ഒടുവിൽ ഇത് ചെന്നെത്താൻ പോകുന്ന 2000 കിലോമീറ്ററിന് മീതെ റേഞ്ചുള്ള എയർ ടു എയർ മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ, ചൈന, അമേരിക്ക, ഈ 3 രാജ്യങ്ങൾ. അതിന്റെ ഒരു തുടക്കമാണ് അതിന് പറയുന്ന ഈ അൾട്രാ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ എന്ന അതിന്റെ ഒരു തുടക്കമാണിപ്പോ ഈ നമ്മളിപ്പോ നിർമ്മിക്കാൻ പോകുന്ന, അല്ലെ തുടക്കമിട്ടിരിക്കുന്ന അസ്ത്ര 4. ഈ ഒരു മിസൈൽ പെർഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഒരു എയർ ടു എയർ മിസൈൽ കാറ്റഗറിയിൽ നമ്മൾ വലിയൊരു മുന്നേറ്റമായിരിക്കും നടത്തുന്നത്. അതൊരു അടുത്ത ദക്ഷിണേഷ്യയിൽ ഇന്ത്യ ഒരു ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെ. അപ്പൊ അതെ, ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് ഈ അസ്ത്ര 4 കൂടി പരീക്ഷണത്തിലേക്ക് വരുമ്പോൾ ഇതൊരു സമ്പൂർണ്ണ കുടുംബമായിട്ട് മാറുകയാണ്. പിന്നീട് ഈ അസ്ത്ര 4 അടുത്ത റേഞ്ചിലേക്ക് അത് വികസിക്കും, 1000 കിലോമീറ്ററിലേക്കൊക്കെ വരും. പക്ഷെ എങ്കിലും ഈ 500 കിലോമീറ്റർ ഒരു നാഴികക്കല്ലായിരിക്കും. അപ്പോഴത്തേക്കും ഇത് വേറൊരു ലെവലിൽ ഇത് എത്താൻ പോവുകയാണ്. എന്തായാലും ശരി, സാധാരണ ഗതിയിൽ രാജ്യങ്ങൾക്കൊക്കെ മാസ്റ്റർ ചെയ്യാൻ അതായത് കീഴടക്കാൻ പറ്റാത്ത ഒരു ടെക്നോളജിയാണ് എയർ ടു എയർ മിസൈലുകളുടേത്. ആ ടെക്നോളജി ഇന്ത്യ പരിപൂർണമായിട്ടും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരം ഒരു മിസൈലിന്റെ നിർമ്മാണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചത്.
ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതിന്റെ വേഗത ഒന്നും വളരെ കൃത്യമായി ഇത് പറയുന്നത്, ഇതിന് ഏതാണ്ടൊരു മാക് 5 പരമാവധി വേഗത, ശബ്ദത്തിന്റെ 5 ഇരട്ടിയിലധികം വേഗത ഉണ്ടാകും. ശരാശരി വേഗത 3.8, മാക് 3.8 എപ്പോഴും മുന്നോട്ട് പോകും. അതാണ്. അപ്പം അതൊരു വല്ലാത്ത വേഗതയാണ്. അതിന് അനുയോജ്യമായ ഇന്ധനം വേണം. ആ ഇന്ധനം എന്ന് പറയുന്നത് അലൂമിനിയം, നാനോ അലൂമിനിയം പ്ലസ് ബോറോൺ, അങ്ങനെ 2 മൂലകങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയ അഡിറ്റീവ്സ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഇന്ധനമാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ ഇതിന്റെ മോട്ടോറിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് കാർബൺ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച ലൈറ്റ് വെയിറ്റ് മോട്ടോറാണ്. 185 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു പരിധിയില്, ഈ മിസൈലിന്റെ പരിധിയിൽ ഒരു വിമാനം വന്നാൽ അതിന് ഒരു തരത്തിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അത്യന്താധുനിക എയ്സാർ റഡാർ, അതായത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് എറേ റഡാർ ആയിരിക്കും. റഡാർ അല്ല, സീക്കർ ആയിരിക്കും ഇതിൻ്റെത്. ചെറിയ റഡാർ തന്നെയാണത്. അത് സ്വാഭാവികമായിട്ടും ഇത് ഇലക്ട്രോണിക് യുദ്ധത്തെ നേരിടാൻ ഇത് സഹായിക്കും. കാരണം ജാമിങ്ങും സ്പൂഫിങ്ങും ഒക്കെ ഇത് മറികടക്കും. അതുപോലെ ഇതിന്റെ വാർഹെഡ് 60 കിലോ തൂക്കമുള്ള ഒരു വാർഹെഡ് ആയിരിക്കും. അത് ചെറിയ സ്ഫോടകശേഷി അല്ല, അതിനെ ചീളുകളായിട്ട് തെറിച്ച് സമീപത്തുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുന്ന വാർഹെഡാണ്, സ്ഫോടകശേഷി ഉള്ളതാണ്. ഈ ലോഞ്ചിങ് എയർക്രാഫ്റ്റിൽ നിന്നും 2-വേ കമ്മ്യൂണിക്കേഷൻ, ഡേറ്റാ ലിങ്ക് ഉണ്ട്. അതായത് ഇത് പോകുന്ന വഴി ഇതിന് കോഴ്സ് കറക്ഷൻ, ഇതിന്റെ ഗതി ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ പോലും പൈലറ്റിന് പറ്റും. ലോഞ്ചിങ് വിമാനത്തിലെ പൈലറ്റിന് പറ്റും. എന്തായാലും ശരി, ഇതൊരു വലിയ മുന്നേറ്റമായിരിക്കും ഈ മിസൈല് രൂപപ്പെടുത്തുമ്പോൾ, ഈ മിസൈല് നമ്മൾ ഓപ്പറേഷനിലാക്കുമ്പോൾ. വരും ദിവസങ്ങളിൽ വ്യോമസേനയും സൈന്യവും സർക്കാരും ഒക്കെ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്ന മുറയ്ക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.